വെൽക്കം ടു SPSC. വിവരാവകാശ നിയമം നോക്കിയാലോ. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്നു VP സിംഗ്. വിവരാവകാശ നിയമത്തിനായി ജനകീയ പ്രചാരണം ആരംഭിച്ച ആദ്യ സംഘടന ഉണ്ടായിരുന്നല്ലോ, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് ആരുടെ സംഘടനയാണ്? അരുണ റോയ് സ്ഥാപിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നത്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വരുന്നുണ്ട്. വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയെങ്കിലും ഈ നിയമത്തിന് ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. 2005 വിവരാവകാശ നിയമം വന്നതോടുകൂടി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കുകയും ചെയ്തു. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം 2005 പാസാക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. ആ സമയത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററും. ലോക്സഭ എന്നാണ് പാസാക്കിയത്? 2005 മെയ് 11 വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കി. രാജ്യസഭ മെയ് 12 പാസാക്കി. പ്രസിഡന്റ് എന്നാ ഒപ്പുവെച്ചത്? ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇനി നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരികയും ചെയ്തു. 2005 വിവരാവകാശ നിയമം പാസാക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആയിരുന്നു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ പ്രസിഡന്റ്. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11. ഇനി രാജ്യസഭ മെയ് 12 ഇൻഫർമേഷൻ ആക്ട് പാസാക്കുകയും ചെയ്തു. 2005 ജൂൺ 15 കൂടി രാഷ്ട്രപതി അംഗീകാരം നൽകി. വിവരാവകാശ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2005 ജൂൺ 15. 2005 ഒക്ടോബർ 12 പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിവരാവകാശ നിയമം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. എന്നാണ്? 1766. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാൻ. വിവരാവകാശ നിയമം ആദ്യം വന്നത് രാജസ്ഥാനിൽ. ഇതിൽ ആദ്യമായി വിവരാവകാശ നിയമം അപേക്ഷ നൽകിയത് ഷാഹിദ് റാസബർണയാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55ാമത് രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, പിന്നെ ഭരണാധികാരികളുടെ ജനങ്ങളോടുള്ള കാര്യക്ഷമമായ പ്രവർത്തനം നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയെല്ലാമാണ്. പൗരന്മാർക്ക് ലഭിച്ച എന്താണ് അവകാശങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാനുള്ള അവകാശങ്ങൾ കിട്ടി. പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ കൈവശമുള്ള പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കാനുള്ള അവകാശം, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനുള്ളത് കിട്ടി. കുറിപ്പെടുക്കാം. കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളും ഫ്ലോപ്പി ഡിസ്ക്, ടേപ്പുകൾ, കാസ്റ്റുകൾ എന്നിവയിലാക്കിയ വിവരങ്ങളെല്ലാം പകർത്തിയെടുക്കാനുള്ള അവകാശങ്ങളും അവ പരിശോധിക്കാനുള്ള അവകാശങ്ങളും
പൗരന്മാർക്ക് ലഭിച്ചു. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 6 അധ്യായങ്ങൾ. അധ്യായം 1 എന്താ പറയുന്നത്? പ്രാരംഭം, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം, നിർവചനങ്ങൾ എന്നിവയൊക്കെയാണ്. അധ്യായം 2 വിവരാവകാശവും ബാധ്യതകളും വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ്. അധ്യായം 3 എന്താണ്? കേന്ദ്ര കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണ സേവന വ്യവസ്ഥകളാണ് അധ്യായം 3 പറയുന്നത്. അധ്യായം 4 പറയുന്നത് സംസ്ഥാന കമ്മീഷന്റെ രൂപീകരണം, നിയമനം, അധികാരങ്ങൾ. അധ്യായം 5 പറയുന്നത് കമ്മീഷന്റെ അധികാരങ്ങളും വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീൽ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാമാണ്. 6 പലവക. സംരക്ഷണം, ചട്ടങ്ങൾ എന്നിവയെല്ലാമാണ് അധ്യായം 6 പറയുന്നത്. വിവരാവകാശ നിയമത്തിൽ 31 വകുപ്പുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. വിവരാവകാശ നിയമപ്രകാരം എത്ര പട്ടികകളുണ്ട്? 2 പട്ടിക. ക്ഷമിക്കണം, 2 പട്ടികകൾ. സെക്ഷൻ 2 പറയുന്നത് വിവരങ്ങളെ കുറിച്ചാണ്. അതായത് രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, പ്രസ് റീലുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അങ്ങനെ എല്ലാം പെടുന്നതാണ് സെക്ഷൻ 2 പറയുന്നത്. ഈ രേഖകളൊക്കെ പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും ഒക്കെ എടുക്കാനും പറയുന്നത് സെക്ഷൻ 2J പറയുന്നുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാനം എന്ന നിർവചനത്തിൽ പെടും എന്ന് പറയുന്നതാണ് സെക്ഷൻ 2H എന്ന് പറയുന്നത്. സെക്ഷൻ 2H എന്താണെന്ന് പറയുന്നത്? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാനം എന്ന നിർവചനത്തിൽ പെടും എന്ന് പറയുന്നു. ഇനി അധികാര സ്ഥാനം നോക്കിയാലോ? ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാര്യത്തിലാണെങ്കിൽ സ്പീക്കർ ആയിരിക്കും. രാജ്യസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കൗൺസിലിന്റെയും കാര്യത്തിലാണെങ്കിലോ ചെയർമാൻ ആയിരിക്കും. സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ആണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി നമുക്ക് 3ാമത്തെ സെക്ഷൻ നോക്കാം. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് വകുപ്പ് 3. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം വേണമെന്ന് പറയുന്നത് വകുപ്പ് 3. വകുപ്പ് 4 എന്താണ് പറയുന്നത്? പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ് പറയുന്നത്. പൊതു അധികാരികളുടെ ഉത്തരവാദിത്തങ്ങൾ, സ്വമേധയാ വിവരം പ്രസിദ്ധീകരിക്കണം, അങ്ങനെയൊക്കെ. ഒരു പൊതു അധികാരി പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നയങ്ങൾ രൂപീകരിക്കുമ്പോഴും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പ്രസക്തമായ വസ്തുതകൾ പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വകുപ്പ് 5 എന്താണ് പറയുന്നത് നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 5. പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനം. ഓരോ പൊതു അധികാര സ്ഥാനവും ഒരു ഉദ്യോഗസ്ഥനെ ഓരോ സബ് ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിലും കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ നിയമിക്കേണ്ടതാണ്. എന്താ പറയുന്നത്? ഓരോ പൊതു അധികാര സ്ഥാനവും ഒരു ഉദ്യോഗസ്ഥനെ ഓരോ സബ് ഡിവിഷൻ തലത്തിലും ഉപജില്ലാ തലത്തിലും കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ നിയമിക്കണം എന്നാണ് പറയുന്നത്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ അപ്പീലോ ഒരു കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നൽകുന്നതെങ്കിൽ മറുപടി കിട്ടാൻ എത്ര ദിവസം കൂടി കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്നത്? 5 ദിവസം കൂടി കൂട്ടിക്കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അത് സെക്ഷൻ 5 തന്നെയാണ് പറയുന്നത്. ഇനി സെക്ഷൻ 6 എന്താണ് പറയുന്നത്? വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 6. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാ? 10 രൂപ.
10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ 10 രൂപ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചലാനോ 10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ രസീതോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റിന് ഹാജരാക്കേണ്ടതാണ്, അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാരിതര സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും നേരിട്ട് പണമായോ DD ബാങ്കേഴ്സ് ചെക്ക് എന്നിങ്ങനെയോ മാത്രമേ അപേക്ഷാ ഫീസ് സ്വീകരിക്കുകയുള്ളൂ. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ട്രഷറി ചെല്ലാൻ എന്നിവ ഈ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. എന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. മറ്റേതെങ്കിലും നിയമപ്രകാരമോ സർക്കാർ വിജ്ഞാപനം അനുസരിച്ചോ ഏതെങ്കിലും വിവരം നൽകുന്നതിന് ഒരു ഫീസ് അല്ലെങ്കിൽ വില നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ ആ ചെലവ് അപേക്ഷകൻ വഹിക്കേണ്ടതാണ്. ഈ ഫീസ് കൊടുക്കുന്നതിന് ദാരിദ്ര്യരേഖ ഒഴിവാക്കിയിട്ടേ ഇല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ ഈ ഫീസിന് ഒഴിവാക്കിയിട്ടില്ല. ഇനി A4 പേപ്പറോ A3 പേപ്പറിലാണ് വിവരം ലഭിക്കുന്നതിന് പേപ്പർ ഒന്നിന് 2 രൂപയാണ് അടയ്ക്കേണ്ടത്. വലിയ സൈസ് പേപ്പർ ആണെങ്കിൽ അതിന് ചെലവാകുന്ന തുക, ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി എന്നിവയിലാണ് വിവരം ലഭിക്കേണ്ടതെങ്കിലോ ഡിസ്ക് ഒന്നിന് 50 രൂപ. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ സൗജന്യവും പിന്നെ ഓരോ 15 മിനിറ്റിനും 5 രൂപ കൊടുക്കുകയും വേണം. ഇതൊക്കെ പഴയതാണ്. ഇനി പുതുക്കിയിട്ടുണ്ട്. A4 സൈസ് പേപ്പർ ആണെങ്കിൽ ഒരു പേജ് ഒന്നിന് 3 രൂപയാക്കിയിട്ടുണ്ട്. CD അല്ലെങ്കിൽ ഫ്ലോപ്പിലേക്ക് ആണെങ്കിൽ നമുക്ക് വിവരം ലഭിക്കേണ്ടതെങ്കിൽ മുമ്പ് 50 ആയിരുന്നത് 75 ആക്കിയിട്ടുണ്ട്. പിന്നെ വിവരം നേരിട്ട് പരിശോധിക്കാനോ ആദ്യ 1 മണിക്കൂറിന് സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപയും ആക്കിയിട്ടുണ്ട്. വകുപ്പ് 7 എന്താണ് പറയുന്നത്? അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 7. തീർപ്പാക്കലാണ് വകുപ്പ് 7 എന്ന് പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി എത്ര ദിവസത്തിനകം കൊടുക്കണം? 30 ദിവസത്തിനകം നൽകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനകമാണ് തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി കൊടുക്കേണ്ടത്? 30 ദിവസത്തിനകം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി അസിസ്റ്റന്റിനാണെങ്കിൽ 35 ദിവസവും. ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി എത്ര മണിക്കൂറാണ്? 48 മണിക്കൂറിനകം കൊടുക്കണം. വകുപ്പ് 8 എന്താണ് പറയുന്നത്? വകുപ്പ് 8 ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രാധാന്യത്തെയും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ വിവരങ്ങളൊന്നും നൽകേണ്ട എന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. വിവരം നിഷേധിക്കാവുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കലുകളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8 പറയുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന വിവരങ്ങളും നിയമം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിതാവശ്യങ്ങൾക്ക് രഹസ്യമായിട്ടുള്ള സഹായം നൽകിയിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിക്കുകയില്ല. പിന്നെ പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ ലഭിക്കില്ല. ഒരാൾക്ക് വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ലഭിച്ചതും പൊതു താല്പര്യമില്ലാത്തതുമായ വിവരങ്ങളൊന്നും ലഭിക്കില്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങളൊന്നും ലഭിക്കില്ല എന്നൊക്കെ പറയുന്നതാണ് വകുപ്പ് 8 പറയണത്. വകുപ്പ് 9 എന്താണ് പറയുന്നത്? വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങളെ പറ്റി പറയുന്നതാണ് വകുപ്പ് 9 എന്ന് പറയുന്നത്. വിവരങ്ങൾ നിരസിക്കാനുള്ള കാരണങ്ങൾ പറയുന്നതാണ് വകുപ്പ് 9. വകുപ്പ് 19 പറഞ്ഞാൽ 1-ാം അപ്പീല് 2-ാം അപ്പീല് എന്നിവയുടെ നടപടിക്രമങ്ങളാണ് പറയുന്നത്.